നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് മറ്റൊരു IPO വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം ACIC മൗറീഷ്യസ്, ഗോൾഡ്മാൻ സാക്സ് എന്നിവയുടെ നിക്ഷേപ പിന്തുണയുള്ള സാമി ഹോട്ടൽസ് അവരുടെ IPO വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സെപ്റ്റംബർ 14 മുതൽ 18 വരെയാണ് ഈ IPO ഓപ്പൺ ആയിരിക്കുന്നത്. ഈ കമ്പനി 1370 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 1200 കോടി രൂപയ്ക്കുള്ളതും ഫ്രഷ് ഓഹരികളാണ്. വെറും 170 കോടി രൂപയ്ക്കുള്ളത് മാത്രമാണ് ഓഫർ ഫോർ സെയിൽ. എന്തായാലും നമുക്ക് ഈ സാമി ഹോട്ടൽസിന്റെ IPO വിശേഷങ്ങളിലേക്ക് ഒന്ന് കടക്കാം. സാമി ഹോട്ടൽസ് ലിമിറ്റഡ് 2010 ഇതിൻ്റെ ആരംഭം. അവരുടെ രജിസ്ട്രേഡ് ഓഫീസ് ഡൽഹിയിലാണ്. ഇവർ വലിയ ഹോട്ടലുകളും റെനോവേറ്റഡ് ഹോട്ടലുകളും എല്ലാം മറ്റ് വലിയ ബ്രാൻഡുകളുണ്ടല്ലോ, മാരിയറ്റ് ഹോട്ടൽ അല്ലെങ്കിൽ ഹയാത്ത്, അങ്ങനെയൊക്കെ ഉള്ള ഹോട്ടലുകൾക്ക് ഒരു മാനേജ്മെൻറ്റ് കോൺട്രാക്ട് ബേസിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവരാണ് ഹയാത്തോ അല്ലെങ്കിൽ മാരിയറ്റ് പോലെയുള്ള വലിയ ഹോട്ടൽസാണ് ഈ ഹോട്ടലുകൾ നടത്തുന്നത്. അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സിലാണ് ഈ സമി ഹോട്ടൽസിൻ്റെ പ്രവർത്തനം. സമി ഹോട്ടലിൽ ഇപ്പം തന്നെ 14ഓളം ഇന്ത്യൻ നഗരങ്ങളിൽ 31 ഹോട്ടലുകളിലായിട്ട് ഏകദേശം 4800ഓളം റൂംസ് ഉണ്ട്. അത് പലതും ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി, പൂന, ചെന്നൈ, അഹമ്മദാബാദ് അങ്ങനെയൊക്കെയുള്ള നഗരങ്ങളിലാണ്. മാത്രമല്ല 2 ഹോട്ടൽസ് ഇപ്പം തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 460ലധികം റൂംസ് അതിലും ഉണ്ടായിരിക്കും. അതുകൂടാതെ 2023 കമ്പനി അസിയ ക്യാപിറ്റൽ, ACIC SPV തുടങ്ങിയ 2 കമ്പനികൾ കൂടി ഏറ്റെടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു 962 റൂംസ് കൂടി അവർ ഹോട്ടലുകാരുടെ ഭാഷയിൽ അത് അത്രയും കീസ് കൂടി കമ്പനിക്ക് ലഭ്യമായി. കൂടുതൽ ഭൂമിയും പുതിയ ഹോട്ടൽസ് പണിയാനുള്ള ലാൻഡ് ഏരിയയും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ ഹോട്ടലുകളുടെ പിൻബലത്തിൽ നടത്തുന്ന കൺട്രിയാഡ് മാരിയോട്ടാണ്. പിന്നെ ഷെറാട്ടൺ, ഹയത്ത് റീജൻസി, ഹയത്ത് പാലസ്, ഫെയർഫീൽഡ് മാരിയോട്ടാണ്. പിന്നെ 4 പോയിന്റ്സ് ഷെറാട്ടൺ ആണ്. പിന്നെ ഹോളിഡേ ഇൻ എക്സ്പ്രസ്. ഇങ്ങനെ പല കമ്പനിയുടെ ഹോട്ടൽസും നടത്തുന്നത് വലിയ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള വലിയ ഹോട്ടൽസാണ്. പുതിയ ഓഹരികളുടെ വിൽപ്പനയിലൂടെ കിട്ടുന്ന 1200 കോടി രൂപയിൽ 900 കോടി രൂപയും അവരുടെ കടബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിനും പിന്നെ ഇൻട്രസ്റ്റുകൾ പലതും കുമിഞ്ഞു കൂടിയിട്ടുള്ള അവരുടെ കടത്തിന്മേലുള്ള ഇൻട്രസ്റ്റ് കൊടുത്തു തീർക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ബാക്കി 300 കോടി രൂപ അവരുടെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നു. അവർക്ക് ഏകദേശം 2800ലധികം കോടി രൂപയുടെ കടബാധ്യത ഉള്ളതായിട്ടാണ് 2023 കണക്കുകൾ കാണിക്കുന്നത്. കൂടാതെ 142.9 കോടിക്കുള്ള FCCD ഉണ്ട്. അതായത് ഫുള്ളി കമ്പൽസറിലി കൺവേർട്ടബിൾ ഡിബഞ്ചറുകളും കമ്പനിക്കുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രൊഫഷണലി ഓൺഡ് കമ്പനിയാണെന്ന് പറയാം. പ്രത്യേകിച്ച് ഒരു പ്രൊമോട്ടറെ എടുത്ത് കാണിക്കാനില്ല. ഏറ്റവും കൂടുതൽ ഓഹരികൾ 30.65% ഓഹരികളുള്ള ബ്ലൂ ചന്ദ്ര എന്ന് പറയുന്ന ഫണ്ടാണ്. അതുകൂടാതെ ACIC മൗറീഷ്യസ് 1 and 2 അവരുടെ 2 ഫണ്ടുകളിലായിട്ട് 30.51% ഓഹരികൾ അവരുടെ കൈവശമുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡ്മാൻ സാക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് ഏഷ്യ, അവർ 17.94% ഓഹരികളാണ് ഹോൾഡ് ചെയ്യുന്നത്. GTI ക്യാപിറ്റൽ ആൽഫ 11.20 ഓഹരികൾ കൈവശം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശരവണ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് 1 അവരുടെ കൈവശം 6.68% സ്റ്റേക്കാണ് ഉള്ളത്. ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി 1000 കോടി രൂപയാണ് അവർ ആദ്യം സമാഹരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നീടാണ് അത് 1200 കോടി രൂപയായി മാറിയത്. ഓഫർ ഫോർ സെയിലും അതുപോലെ തന്നെ 90 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നെങ്കിലും പിന്നീട് 170 കോടി രൂപയ്ക്കുള്ളതായി മാറുകയായിരുന്നു. ഇതിൽ ഓഫർ ഫോർ സെയിൽ നടത്തുന്നത് നേരത്തെ അവരുടെ ഇൻവെസ്റ്റേഴ്സിൽ പ്രധാനിയായ ബ്ലൂ ചന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള ഇക്വിറ്റി ഇന്റർനാഷണൽ ഫണ്ട്. അവരൊരു 84.28 ലക്ഷം ഓഹരികൾ അവർ വിറ്റഴിക്കുന്നുണ്ട്. അതുപോലെ ഗോൾഡ്മാൻ സാക്സ് എന്നുള്ള കമ്പനി 49.31 ലക്ഷം ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട്. GTI ക്യാപിറ്റൽ ആൽഫ 1.4 lakhs ഓഹരികളും ഈ അവസരത്തിൽ വിറ്റഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഓഫർ ഫോർ സെയിൽ 170 കോടി രൂപയ്ക്കുള്ളതായിട്ട് മാറിയിട്ടുള്ളത്.
ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകൾ നോക്കുകയാണ്. റവന്യൂ 2021 മുതൽ 23 വരെയുള്ള വർഷങ്ങളിൽ നിരന്തരമായിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 2023 ആയപ്പോഴത്തേക്കും 738.57 കോടി രൂപയായിട്ട് അവരുടെ റവന്യൂവിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ നെറ്റ് ഇൻകം ലോസിലാണ് കാണിക്കുന്നത്. അതായത് അറ്റാദായം ഇല്ല, നഷ്ടമാണ് കാണിക്കുന്നത്. 577.79 നിന്ന് 338.96 ആയിട്ട് കുറയുന്നുണ്ട് അവരുടെ നഷ്ടം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാ വർഷവും അവർ ഒരുപാട് എക്സ്പാൻഷൻ പ്ലാൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എക്സ്പെൻസസ് എല്ലാം അവർക്ക് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് 2800 കോടിയുടെ അടുത്ത് അവർക്ക് കടബാധ്യതകളുള്ളതിൽ ഇപ്പോൾ ഈ ഇഷ്യൂ വഴി ലഭിക്കുന്നതിൽ 900 crores അത് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ കടബാധ്യത നല്ലൊരു തോതിൽ കുറയുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം കമ്പനിയുടെ പ്രവർത്തനം മെച്ചമാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ കെഫിൻ ടെക്നോളജീസും ലീഡ് മാനേജേഴ്സ് ജയം ഫിനാൻഷ്യൽസും കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റലുമാണ്. ഇനി സമി ഹോട്ടൽസിൻ്റെ ഇഷ്യൂ ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. സെപ്റ്റംബർ 14 മുതൽ 18 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 119 രൂപ മുതൽ 126 രൂപ വരെയാണ്. 1200 കോടി രൂപയുടെ ഫ്രഷ് ഓഹരികളും 170.1 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലുമാണ് ഉള്ളത്. അപ്പോൾ ടോട്ടലായിട്ട് 1370.1 കോടി രൂപയ്ക്കുള്ള ടോട്ടൽ ഇഷ്യൂ സൈസ് ആവുന്നു. മിനിമം ഒരു റീറ്റെയിലർ അപ്ലൈ ചെയ്യേണ്ടത് 119 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 1 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഇതിലെ പ്രത്യേകത ലോസിൽ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ ഇത് റീറ്റെയിലേഴ്സിന് 10% ഓഹരികൾ മാത്രമേ അലോട്ട് ചെയ്യുന്നുള്ളൂ. ഭൂരിഭാഗം ഓഹരികൾ 75% ഓഹരികളും ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് സമി ഹോട്ടൽസ് നൽകുന്നത്. ബാക്കിയാണ് HNIസിന് കൊടുക്കുന്നത്. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ടാകും. ഇനി നമുക്കിതിൻ്റെ ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 22-ാം തീയതിയാണ് അലോട്ട്മെൻറ്റ് വരിക. 25-ാം തീയതി റീഫണ്ട് വരും. അതുപോലെ 26-ാം തീയതി ആയിരിക്കും ഇത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കിട്ടുന്നവർക്ക്. പിന്നെ സെപ്റ്റംബർ 27-ാം തീയതിയാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടിയോ എന്ന് സംശയമുള്ള ഇൻവെസ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇത് ലോസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. ഇപ്പോൾ മാർക്കറ്റ് വളരെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മിക്കവാറും എല്ലാ IPOകളും തന്നെ നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു ലോസ് മേക്കിംഗ് കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല തൽക്കാലം. സമി ഹോട്ടൽസിൻ്റെ വിശേഷങ്ങൾ കേട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് വീണ്ടും പെട്ടെന്ന് കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.